അപസ്മാരം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇപ്പം ജനിതകമാണോ കാരണം, അതോ ജനിച്ച ശേഷം അക്യൂർ ചെയ്യുന്ന വേറെ എന്തെങ്കിലും കാരണമാണോ? അപ്പോൾ അപസ്മാരം എന്ന കാരണങ്ങൾ പറയുമ്പോൾ ഈ സീഷർ അല്ലെങ്കിൽ ഈ വരുന്ന ലക്ഷണങ്ങൾ, അതിൻ്റെ പേരാണ് സീഷർ. ഉദാഹരണത്തിന് നമ്മൾ ഉത്തേജിക്കപ്പെടുന്ന സ്ഥലം, നമ്മുടെ ചലനശേഷിയെ സംരക്ഷിക്കുന്ന സ്ഥലമാണെങ്കിൽ ആ ഭാഗത്ത് വല്ലാത്ത ഒരു മുറുക്കമോ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു വെട്ടലോ ഒക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ കാഴ്ചയുടെ സ്ഥലത്താണ് വരുന്നതെങ്കിൽ വിചിത്രമായ കാഴ്ചകൾ കാണാം. ചിലപ്പോൾ കളർ കാണാം, ഒരാൾ നിൽക്കുന്ന പോലെ തോന്നാം, ഒരു മൂവി എന്ന പോലെ തോന്നാം. അപ്പോൾ ഏത് ഭാഗത്താണോ ഈ അമിതമായ വൈദ്യുതി പ്രവാഹം സംഭവിക്കുന്നത് അതിനനുസരിച്ചുള്ള ലക്ഷണങ്ങളായിരിക്കും രോഗി പ്രകടിപ്പിക്കുന്നത്. ഈ ലക്ഷണങ്ങൾക്ക് പറയുന്ന പേരാണ് സീഷർ. ഈ ഒരു സീഷർ വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ, അതായത് അങ്ങനെ വീണ്ടും വീണ്ടും നിരന്തരമായി വരാനുള്ളൊരു പ്രവണത ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ആ രോഗാവസ്ഥയുടെ പേരാണ് അപസ്മാരം. അപ്പോൾ ഈ അപസ്മാരം മറ്റൊരു കാരണം കൂടാതെയും അപസ്മാരം വരാം. അതായത് പ്രത്യേകിച്ചൊരു മൂല കാരണമില്ലാതെ. മൂല കാരണങ്ങൾ തന്നെ പലതാകാം. ഉദാഹരണത്തിന് ലേറ്റർ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ, അത് ചിലപ്പോൾ ഒരു തലച്ചോറിനേറ്റ ക്ഷതമായിരിക്കാം, ട്യൂമറായിരിക്കാം, ഒരു ഇൻഫെക്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ വളരെ ലേറ്റ് ലൈഫാണെങ്കിൽ, ഇപ്പോൾ പ്രായമായവർക്കൊക്കെ ഡിമെൻഷ്യയുടെ പാർട്ടായിട്ട്, ഓർമ്മക്കുറവിൻ്റെ പാർട്ടായിട്ട്, അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ടൊക്കെ അപസ്മാരം വരാം. ചെറിയ കുട്ടികളിൽ ഞാൻ പറഞ്ഞില്ലേ, മറ്റ് കാരണങ്ങളൊന്നും കൂടാതെ വരുന്ന അപസ്മാരങ്ങളുണ്ട്, ഇഡിയോപാത്തിക് എപ്പിലെപ്സീസ്. പിന്നെ ഈ ജനിച്ച സമയത്ത് തന്നെ അപസ്മാരം ഉണ്ടോ എന്നൊക്കെ ഇപ്പോൾ പല പേഷ്യൻസും ചോദിക്കുന്ന കാര്യം, വേറെ ഒരു കുഴപ്പമില്ലായിരുന്ന കുട്ടിയാണ് ഇപ്പോൾ പെട്ടെന്ന് വരുന്നു, അല്ലെങ്കിൽ ഇതിന് നമ്മുടെ കുടുംബത്തിൽ ഇത് ആർക്കുമില്ല. അതായത് ജനിതകമായ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ അപസ്മാരം വരാം. അത് മനസ്സിലാക്കണം. കാരണം എന്നിരുന്നാലും ചിലപ്പോൾ ജനിക്കുന്ന സമയത്ത് തന്നെ പിൽക്കാലത്ത് അപസ്മാരം വരാനുള്ള ചില വിത്തുകൾ നമ്മുടെ ശരീരത്തുണ്ടാകും. അതായത് അത് ചിലപ്പോൾ നമ്മുടെ ജനിതകമായ ഘടനയിലുള്ള നേരിയ വ്യത്യാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ മടക്കുകളിലുള്ള തലച്ചോറ് പൂർണ്ണമായിട്ട് നമ്മുടെ മസ്തിഷ്കം രൂപാന്തരപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിരിക്കാം അത് പിൽക്കാലത്ത് അപസ്മാരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങൾ, ഒറ്റ കാരണമല്ല അപസ്മാരത്തിനുള്ളത്, വിവിധമായ കാരണങ്ങൾ. അപ്പോൾ ഒരു വ്യക്തിക്കുള്ള കാരണമായിരിക്കില്ല മറ്റൊരു വ്യക്തിക്കുള്ളത്.